SP ചന്ദ്രശേഖരന്റെ ആയുസ്സിന് കുറുകെ ഒരു ചുവന്ന മഷി കൊണ്ട് നീ വരവരച്ചു എന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അസലായി. പക്ഷേ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വെച്ച സംഭവം, അതും നിയമം പഠിച്ച് സന്നദ്ധെടുത്തൊരു അഭിഭാഷകൻ, അതുണ്ടാക്കാൻ പോകുന്ന സെൻസേഷൻ എത്ര വലുതായിരിക്കുമെന്ന് അറിയാമോ നിങ്ങൾക്ക്? എത്ര വലുതായിരിക്കും? ഒന്ന് പോടോ കോപ്പ അവിടെ നിന്ന്. ഒന്നുമില്ല, ഒന്നും. കൊല ചെയ്യപ്പെട്ട SP ചന്ദ്രശേഖരനും അയാളെ കൊന്ന അഡ്വക്കേറ്റ് മണിലാലും തമ്മിലുണ്ടായ മുൻകാല വൈരാഗ്യം, കൂട്ടുകച്ചവടം നടത്തിയപ്പോഴുണ്ടായ സാമ്പത്തിക തർക്കം, സർവോപരി മദ്യലഹരിയിലായിരുന്നു പ്രതി എന്ന ലോജിക്കൽ ആനുകൂല്യം. ഇന്നും നാളെയുമായിട്ട് എല്ലാ മീഡിയയിലും വരാൻ പോകുന്നത് പോലീസ് നൽകുന്ന ഈ കഥയായിരിക്കും, അതും മണിലാലിന്റെ സമ്മതക്കുറിപ്പോടെ. മനസ്സിലായോ? എന്നാലും വക്കീലാണ്, ചോദ്യം ചെയ്യുമ്പോ എന്തെങ്കിലും അബദ്ധം നാവിന്ന് വരില്ല, ഒരബദ്ധവും വരില്ല. വെറുതെ അല്ല, അങ്ങ് ഹുബ്ലിയിൽ ഒരു രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞ എസ്റ്റേറ്റിന്റെ വക്കീലിന്റെ ഭാര്യയുടെ പേരിൽ. അതിന്റെ നന്ദി അത്ര പെട്ടെന്നൊന്നും പോകില്ല അയാളുടെ ഓർമ്മയെന്ന്. അഥവാ പോയാൽ മറ്റൊരു വക്കീൽ. The same old story. അതേ കഥയുടെ പുനരാഖ്യാനം. And the same old man, മാധവൻ. ഇവനാണ് അച്ചു, മാധവന്റെ മകൻ. വരട്ടെ, എല്ലാവരും വരട്ടെ. കളിയുടെ മറുപകുതിയിൽ കളം നിറഞ്ഞ് കളിക്കാൻ പോകുന്നവർ തമ്മിൽ മുഖാമുഖം കാണാൻ ഇതിനേക്കാൾ നല്ല അവസരം വേറെ എവിടെ നിന്ന് കിട്ടാനാ? വരട്ടെ. എന്താ ജന്മനുള്ള വിവരക്കേടിന് കുടപിടിക്കാൻ പുതിയ അതിഥികളെ കിട്ടിയപ്പോ എന്ത് നെറുകേടും കാണിക്കാമെന്നായി അല്ലേ? മരിച്ചു വീണത് SP ചന്ദ്രശേഖരനാണെങ്കിലും തോറ്റത് ഞാനാ. ജയിക്കാൻ നിന്റെ പ്രാണൻ ഞാൻ എടുക്കാൻ പോവാ. ഈ ട്രിഗറിൽ വിരലെന്ന് മറന്ന ചെറിയ പുള്ളി മുങ്ങുന്നെന്ന നീ വെറും ഒരു ഓർമ്മ, സഞ്ചായന ദിവസം വരെ നീണ്ടു നിൽക്കുമെന്ന് ഉറപ്പില്ലാത്ത ഓർമ്മ. എന്താ മുകുന്ദ, ചെയ്യട്ടെ? അവനെ വെറുതെ വിട്ടേക്ക് തമ്പുരാൻ. പാവം, കൈ വിറക്കാതെ തോക്ക് പിടിക്കാൻ പോലും അറിയാത്ത പാവം. ഇത് ചെയ്തത് ഞങ്ങളാ, ഞങ്ങൾ. മനസ്സിലായില്ല? ഓർമ്മ വരുന്നില്ലേ പഴയതൊന്നും? രാമദത്തനുണ്ണി, നീ പണ്ട് ഊരുവിലക്ക് കൽപ്പിച്ച് നാട് കടത്തിയ രാമദത്തനുണ്ണി. ആ രാമദത്തനുണ്ണിയുടെ മക്കളാ ഞങ്ങൾ. ഞങ്ങളുടെ ലക്ഷ്യം നീ, ചന്ദ്രഗിരിയിൽ മാധവൻ എന്ന നീ. അപ്പോ എന്റെ ഊഹം തെറ്റിയില്ല. ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാണ് മുൻപേ. താമസിച്ചു പോയല്ലോ മക്കളെ. എന്തുപറ്റി? കളപ്പുരയ്ക്കൽ രാമദത്തനുണ്ണി എന്ന നിന്റെയൊക്കെ അച്ഛനെ എന്നെ കൊല്ലാൻ വാടക കൊലയാളി അയച്ചിട്ടും എല്ലാം ക്ഷമിച്ച് മനുഷ്യത്വത്തിന്റെ പേരിൽ വിട്ടയക്കുമ്പോ നിനക്കൊക്കെ മൂപ്പത്താത്ത കരിക്കിന്റെ പരുവമാണ് പ്രായം. നിങ്ങളിൽ നിന്ന് പക്ഷേ ഇത്രയും തരംതാണ നിലവാരമല്ല പ്രതീക്ഷിച്ചത് ഞാൻ. കോടതി മുറിയിൽ ചോര വാർന്ന് പിടഞ്ഞു മരിച്ചു വീണത് SP ചന്ദ്രശേഖരൻ മാത്രമല്ല, നിന്നോടൊക്കെയുള്ള എന്റെ ദയ, സഹതാപം, കാരുണ്യം അതെല്ലാമാണ്. നിന്റെയൊക്കെ അച്ഛന് ഞാൻ നൽകിയ ഔദാര്യം അതിനി പ്രതീക്ഷിക്കരുത് ഈ മാധവനിൽ നിന്ന്. ആയി സറം പറ്റി വീഴണ്ടെന്നുണ്ടെങ്കിൽ പോ, തിരിച്ചു പോ. മാധവ, തെറ്റുകളെല്ലാം പുറത്ത് മാപ്പ് തരണേന്ന് അപേക്ഷിക്കാൻ വന്നവരുടെ റോളിലല്ല രാമദത്തനുണ്ണിയുടെ മക്കളിപ്പോ. നീ പറഞ്ഞത് ശരിയാ, കരഞ്ഞിരുന്നു ഒരുപാട്. പക്ഷെ ആ കണ്ണീരിനൊക്കെ അപ്പുറം എല്ലാറ്റിനും കാരണക്കാരനായ നിന്റെ മുമ്പിൽ ചങ്കുറപ്പോടെ നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണേ എന്ന പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന പൊന്നിൽ ചാലിച്ച് ദിവസവും നാക്കിലുറിച്ച് എന്റെ ഫലമാണ് മാധവ ഇപ്പയെ കാണുന്ന ഞങ്ങൾ, അന്നപൂർണ ഗ്രൂപ്പ്. ദയയും കാരുണ്യൊക്കെ ഭിക്ഷയാചിക്കുന്നത് നീയായിരിക്കും. ചന്ദ്രഗിരിയിൽ നീ എന്റെ അച്ഛന്റെ ദേഹത്ത് കൈവയ്ക്കല്ലോടാ. അച്ചു, അച്ഛൻ ക്ഷമിക്കണം. ചന്ദ്രഗിരിയിൽ മാധവൻ എന്ന എന്റെ അച്ഛൻ ഒരു വ്യക്തിയല്ല, ആദർശമാണ്. നേരും നെറിയുമുള്ള ആർക്കും ആരാധന തോന്നിപ്പോകുന്ന ആദർശം. ആ വിഗ്രഹത്തിന് നേർക്കുള്ള പക പൊന്നിൽ ചാലിച്ച് നാക്കിലുരച്ച അബദ്ധം ഇനി ഒരൊറ്റ തവണ കൂടി ആവർത്തിച്ചാൽ ചെതറിച്ച് കളയും ഞാൻ ഈ തല. ബ്രദർ, പറഞ്ഞ് മനസ്സിലാക്കണോ അനിയനെ, ടെമ്പർ അധികം കാണിക്കരുതെന്ന്.
കാണിച്ച ചുവന്ന പട്ടു പുതച്ച് കുളിപ്പിച്ച് കിടത്തും തെക്ക് വടക്കായി ഒരു നാളികേര മുറിയുടെ നെയ്ത്തിരി നാളത്തിൽ പറയുന്നത് ഈ അച്ഛന് വേണ്ടി ഈ മകനാവുമ്പോ അത് ചെയ്തിരിക്കുമെന്നൊരു ഉറപ്പ് കൂടിയുണ്ട്. ഏയ്, എനിക്കിഷ്ടപ്പെട്ടു നിന്നെ. മാധവന്റെ ക്ഷാത്രവീര്യത്തിന്റെ അതേ ജനിതക ബലമുണ്ട് നിന്റെ യൗവനത്തിന്. പക്ഷെ നിന്റെ ഈ ശക്തി ഉണ്ടല്ലോ, ഈ മസിൽ, ഇത് പോരാതെ വരുമോനെ ഇപ്പുറത്തെ എതിരാളികൾ ഞങ്ങളാവുമ്പോൾ. അത് വഴിയെ മനസ്സിലായിക്കോളും നിനക്ക് നിന്റെ തന്തയ്ക്കും. മനസ്സിലാവില്ല, എനിക്കല്ല നിനക്ക്. അതിനുള്ള ബുദ്ധി നിനക്ക് തന്നിട്ടില്ല ഈശ്വരൻ. ബ്രദർ, മോഹങ്ങളാകാം, വ്യാമോഹങ്ങളാകരുത്. വാശികളാകാം, പിടിവാശികളാകരുത്. നീ സ്വരുക്കൂട്ടി വെച്ച ആയുധങ്ങളൊക്കെ തികയാതെ വരും ചന്ദ്രഗിരിയിൽ മാധവൻ എന്ന എന്റെ അച്ഛനെ തോൽപ്പിക്കാൻ. പറഞ്ഞതൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഞങ്ങൾ യൂത്തിന് അത് താല്പര്യമില്ല. ഗ്രഹണമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, സർവനാശത്തിന്റെ ഗ്രഹണം. അച്ചു, ദാ നാളെ രാത്രി 9:30 മണിക്ക് ഫ്ലൈറ്റ്. അച്ഛാ, ഞാനിപ്പോ പോണോ? അതെന്താ? എന്താ കാര്യം അച്ചുവിന്റെ നാവിന്നാണ് കേട്ടിട്ടുണ്ടോ? ഇനിയും ഷാരടിയോടല്ല, ഇവനോടാ ചോദിച്ചത്. അല്ല, ഒന്നാമത് അവിടെ ക്ലാസ് ഒക്കെ മിക്കവാറും കഴിഞ്ഞു. ഇനി സ്റ്റഡി ലീവിന്റെ സമയ. രണ്ടാമത് പറയൂ, രണ്ടാമത്തെ കാരണം. അച്ഛൻ ഇങ്ങനൊരു പ്രശ്നത്തിന് നടുവിൽ നിൽക്കുമ്പോ എന്റെ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്യും, നീ അതിൽ ഇടപെടണ്ട. അച്ഛനൊരു പ്രശ്നം വരുമ്പോ സഹായിക്കേണ്ടത് മകന്റെ കടമയല്ലേ? വർഷം 2 പഠിക്കാൻ വേണ്ടി ഇവൻ ചന്ദ്രഗിരി വിട്ടിട്ട്. ഇക്കാലത്തിനിടയ്ക്ക് ചെറുതും വലുതുമായ എത്രയെത്ര വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ടു, പരിഹരിച്ചു. ഒന്നിലും തേടിയില്ലല്ലോ ഇതുവരെ മാധവൻ മകന്റെ സഹായം. അച്ഛാ, ഇത് അതുപോലെ അല്ല. ഈ അന്നപൂർണ ഗ്രൂപ്പ് അച്ഛൻ കരുതുന്ന പോലെ അല്ല അവര്. അവർ ആരാണെന്നും എന്താണെന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. പറഞ്ഞതനുസരിക്കുക ആദ്യം. മാധവനെ ധിക്കരിക്കാനും തിരുത്താനും വളർന്നിട്ടില്ല നീ അടക്കം ആരും. മനസ്സിലായോ? ഒരു മകന്റെ മനസ്സ് അച്ഛന് മനസ്സിലാവും. കാരണം മകനായി ജീവിച്ചതിന് ശേഷമാണ് ഒരാൾ അച്ഛനാകുന്നത്. പക്ഷെ ഒരു അച്ഛന്റെ മനസ്സ് അത് മനസ്സിലാവില്ല ഒരു മകനും. മനസ്സിലാവണമെങ്കിൽ മകൻ വളർന്ന ഒരു അച്ഛനായി തീരണം. എന്നെ കുറിച്ചൊരു വേവലാതിയും വേണ്ട. എനിക്കൊരു ആപത്തും വരില്ല. ഓക്കേ. നിർബന്ധിക്കണ്ടായിരുന്നു, അച്ഛന് വിഷമമായി കാണും. ആ വിഷമം തീർക്കാനായിരിക്കും തോക്കം കൊടുത്ത് അവനെയും കൂട്ടി അന്നപൂർണയുടെ ഗോഡൌണിലേക്ക് വന്നത്. അത് SP ചന്ദ്രശേഖരൻ അയാൾ കൊടുത്തെങ്കിൽ അത് നീ വാങ്ങി സൂക്ഷിക്കണമായിരുന്നു. ക്ഷമിക്കണം ജമാലെ, അറിയാലോ, ഒരിക്കൽ കൈകൊണ്ട് തൊട്ടാ താഴെ വെക്കാൻ സമ്മതിക്കാതെ ജീവിതകാലം മുഴുവൻ കൂടെ കൂടുന്ന ശാപമാണ് ആയുധം. അച്ചുവിൽ നിന്ന് ഞാൻ അതല്ല പ്രതീക്ഷിക്കുന്നത്. ഇനി അത് ആവർത്തിക്കില്ല. ആവർത്തിക്കരുത്. ഇനി എന്നെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കാൻ ഇടവരുത്തരുത്. പോവാൻ തീരുമാനിച്ചുല്ലേ? പിന്നെ പോകാതെ. നീയും കേട്ടതല്ലേ ശാസന. ഒരച്ഛന്റെ മനസ്സ് മനസ്സിലാക്കാൻ അച്ഛനാകുകയൊന്നും വേണ്ട, നല്ലൊരു മകനായാലും മതി. പിന്നെ ഞാനത് പറയാതിരുന്നത് വെറുതെ അച്ഛന്റെ ശുണ്ഠി കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അച്ചു. പോയാലും
വിളിപ്പുറത്ത് തന്നെ ഉണ്ടാവും. ചന്ദ്രഗിരിയിൽ അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം പറന്നെത്തും ഞാൻ. അയ്യോ, വിളക്ക് കിട്ടൂലോ. അതിൽ എണ്ണ തീർന്നിട്ടുണ്ടാവും. ഏയ്, എണ്ണ നിറയുണ്ടല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമില്ലാന്ന് തോന്നണു അച്ചോട്ടൻ പോണത്. ആണോ ആണോ അമ്മേ? അമ്മയ്ക്ക് ഇഷ്ടമല്ലേ ഈ മകൻ പോകുന്നത്? എങ്കിലൊന്നും മാറ്റിയെടുത്തൂടെ അമ്മേ എന്റെ അച്ഛന്റെ മനസ്സ്. ചന്ദ്രഗിരിയിൽ മാധവൻ എന്ന സിംഹത്തെ മാൻകുട്ടിയാക്കി മാറ്റിയ ആ ജാലവിദ്യ ഒന്നുകൂടി ഒന്ന് പ്രയോഗിച്ചൂടെ? ഇങ്ങനൊരു ചുറ്റുപാടില് അച്ഛനെ തനിച്ചാക്കിയിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല അമ്മേ. അതുകൊണ്ടാ അമ്മയ്ക്കൊന്ന് സഹായിച്ചൂടെ ഈ മകനെ? പ്ലീസ്.